നമ്മൾ കേരളം ഒരു സംവാദാത്മക സമൂഹമാണ്. നമ്മൾ നിരന്തരമായിട്ട് ഇത് പക്ഷേ ബീഹാറിൽ കാണില്ല. നമ്മളൊരു പോസിറ്റീവ് സംഗതിയാണത്. അപ്പോൾ ഈ സംവാദങ്ങൾ നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തെ, ഞാൻ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുകയല്ല, അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിനെ നവീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു മികച്ച വിജയം നേടി ഹയർ സെക്കൻഡറിയിലേക്ക് പോയി, അവിടെ കുറെ കൂടെ മികച്ച വിജയം, അല്ലെങ്കിൽ അതിന് 10ാം ക്ലാസ്സിൽ കിട്ടിയതിന് സാമാന്യം അതിനോട് യോജിക്കുന്ന ഒരു മികച്ച വിജയം ഹയർ സെക്കൻഡറിയിലും കൈവരിച്ച ആളുകൾക്കാണല്ലോ പിന്നീട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ കഴിയും. ആ രംഗത്ത് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു പോകുന്നു എന്നുള്ള പരാതി നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശക്തിപ്പെടുത്തി എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ പരാതി അവിടെ നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഈ സർക്കാർ തന്നെ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മികവിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, ഇപ്പോൾ മനോജ് മാഷ് പറഞ്ഞതിൽ കുറേ ഒരു വസ്തുതയുണ്ട്. അതെന്താ വസ്തുത എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ നേരത്തെ ഒരു 10-30 കൊല്ലമായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലേക്ക് ഒരു പ്രോസസ്സ് ഓടിയായിട്ട് ക്ലാസ് മുറിയെ മെച്ചപ്പെടുത്തി അതിനൊരു റിസൾട്ട് എത്തിക്കാൻ കഴിയുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം മനോജ് മാഷ് പറഞ്ഞതിൽ എൻ്റെ സംശയം നിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതിനാരാണ് ഉത്തരവാദി എന്നുള്ളത്. മനോജ് മാഷ് അതൊറ്റയടിക്ക് എന്തോ ഒരു സർക്കാരിൻ്റെ നയത്തിൻ്റെ പ്രശ്നമൊക്കെ പോലെ എവിടെയോ കൊണ്ട് നമ്മൾ ഏതെങ്കിലും സർക്കാരല്ല, അല്ല സർക്കാരേ അല്ല, അതേ പറയുന്നത് സർക്കാരേ അല്ല, നമ്മളെ കുറ്റിക്ക് കൊട്ടി ചുരുങ്ങി എന്ന് പറയുന്നതിൽ നമുക്ക് അങ്ങനെ പറയാം. അല്ല സർ, ഞാൻ പറയുന്നത് അവിടെ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, അതായത് നമ്മളിത് പലതും പല അഭിപ്രായങ്ങളുടെയും പല സിസ്റ്റത്തിന്റെ പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല സിസ്റ്റം അഡാപ്റ്റ് ചെയ്യുന്നത്. ഞാനത് പറഞ്ഞു പൂർത്തിയാക്കി എനിക്ക് തോന്നുന്നു ആ പ്രശ്നം വരുന്നു. ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്തുമ്പോൾ ഗ്രൂപ്പ് ലോഫിങ്ങിനിടയാവുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നതിൻ്റെ യഥാർത്ഥ കാരണം ആ ആക്ടിവിറ്റിയേക്കാൾ എനിക്ക് തോന്നുന്നു ആ ക്ലാസ്സിനെ നിയന്ത്രിക്കുന്ന, ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആ ക്ലാസ് റൂം സിറ്റുവേഷനാണ്. അതായത് ഒരു വയസ്സായിട്ടുള്ളൊരു ടീച്ചർ ഒരിക്കലും കുട്ടികൾ നിങ്ങൾ ഗ്രൂപ്പ് നടത്തിക്കാൻ പറഞ്ഞാൽ ടീച്ചർ പോകുമല്ലോ. ആ ടീച്ചറുടെ പ്രസൻസിലാണ് എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റി നടക്കുന്നത്. പോരാത്ത അതിൻ്റെ ഇടയിൽ നിന്നും ഗ്രൂപ്പ് ഉണ്ടാക്കും നമ്മൾ, അതിൻ്റെ ഇടയിൽ ലീഡേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ടീച്ചർ എല്ലാവർക്കും ഈക്വൽ റോള് കൊടുത്തുകൊണ്ടാവണം ഗ്രൂപ്പ് ആക്ടിവിറ്റീൻ്റെ ബേസിക് തിയറിയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഗ്രൂപ്പ് ലോഫിയും പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരിടത്തും ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് എതിരായിട്ടുള്ള തീരുമാനം വന്നായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഒരു ഗ്രൂപ്പ് പ്രോസസ് ആക്ടിവിറ്റീസും നിർത്തിയിട്ടില്ല. ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തുന്നുള്ള ഉറപ്പാക്കുകയും ചെയ്യുക അവർ. അത് നമ്മളെ ക്ലാസ്സിൽ നടക്കേണ്ടതാണ്. അതിന് പകരം ഗ്രൂപ്പ് ആക്ടിവിറ്റി നടക്കില്ല, കുറേ കുട്ടികളൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ തന്നെ ആയിരിക്കെ ഇതിൽ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി വിധത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അതിൽ ഇത്തരം പുറന്തള്ളലുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് സാർ, ഇത് അവിടെ ഒരു ഭയങ്കരമായ തെറ്റിദ്ധാരണയുണ്ട് സാർ. ഈ പരിശോധിക്കുക എന്നൊക്കെ പറയുന്ന വാക്ക് വളരെ അപകടകരമാണ്. ഇതൊക്കെ ഏതൊരു ഹയർ അതോറിറ്റി വന്ന് ക്ലാസ്സിൽ ഇങ്ങനെ നോക്കി നിങ്ങൾ പരിശോധിച്ച് ശരിയല്ല എന്ന് പറയുന്ന സംഗതിയേ അല്ല. ഇതിന് നമ്മൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് നടക്കേണ്ടത്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സിന് നമ്മൾ എല്ലാ വർഷവും കൃത്യമായി അധ്യാപക പരിശീലനം വെക്കേഷൻ ക്ലാസ് കാലത്ത് കൊടുക്കുന്നു. അതിനുശേഷം ക്ലസ്റ്ററായിട്ട് അവരിരുന്ന് പരിശോധന നടക്കുന്നു. എന്നിട്ട് ടീച്ചർ എംപവർ ചെയ്യേണ്ടതാണ്. ഇത്രയും കൊല്ലം അത് എംപവർ ചെയ്തിട്ട് ഇപ്പോഴും അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പുതിയതിനെയും കേൾക്കാൻ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ സിസ്റ്റം അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് അടിക്കും. അത് സന്തോഷം. ടീച്ചറോട് നിങ്ങളുടെ ക്ലാസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കില്ല, പഴയ തന്നെയാണ് നല്ലതെന്ന് പറയാണ്. അതിന് നമ്മൾ മറ്റൊരാളെയും ഒരിപ്പം വന്ന് നോക്കാത്ത എയ്യോനെയോ വരാത്ത RDD ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത്രയും വലിയൊരു മാസീവ് ഇതൊക്കെ കൊണ്ടൊരു പർട്ടിക്കുലർ സ്ഥാപനം ഇപ്പോൾ IIT നടക്കും. കാരണം IIT ആകെ ഇന്ത്യയിൽ ഇത്ര എണ്ണേ ഉള്ളൂ. അവിടെ നോക്കാൻ ആകെ 100 ഓഫീസർമാർ മതി. ഇത് ഒരു വാർഡിൽ 50 സ്കൂളുണ്ട്. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. അവിടെ മുഴുവൻ പുറത്തൊരു എക്സ്റ്റേണൽ ബോഡി വന്ന് നോക്കിയിട്ടല്ല. അത് ഞാൻ പറഞ്ഞു അക്കാഡമി ബോഡി അല്ല. ഞാൻ പറയണം രാജു പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. ഞാൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മൊത്തം അധ്യാപകരുടെ റോളിനെ കുറിച്ചാണ്. ശരിക്കും അക്കാഡമിക് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നടക്കാൻ സ്കൂളിൽ തന്നെ HM ഉണ്ട്, അതിൻ്റെ മേൽ ഓഫീസേഴ്സ് ഉണ്ട്. അത് നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ട് അതിലുണ്ട്. പക്ഷേ തീർച്ചയായും അക്കാദമി വർക്കിന് നേതൃത്വം നൽകേണ്ടത് ഓരോ ടീച്ചറുമാണ്. അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ട റോള് തീർച്ചയായിട്ടും അടുത്ത സ്ഥാപന മേധാവികൾക്കൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം പോവേണ്ടതുണ്ട്. അത് പോകാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുള്ള വസ്തു തന്നെയാണ്. നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു കാര്യം വളരെ കൃത്യമാണ്. പിന്നെ ഈ പ്രോസസ്സിലൂടെ ഒരു അറിവ് നിർമ്മാണം എന്ന് പറയുന്ന ഒരു കാര്യം ആണ് നടക്കേണ്ടത്. ആ അറിവ് നിർമ്മാണം നടക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഘടകങ്ങളിൽ പിന്നാക്കാവസ്ഥ, നിങ്ങൾ നല്ലൊരു വാക്ക് ഉപയോഗിച്ചു, ഭാഷ കൊണ്ട് മുറിവേൽക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ആ ചിന്ത കൊണ്ട് മുറിവേൽക്കാം,
പെർഫോമൻസ് കൊണ്ട് മുറിവേൽക്കാം. അതിൻ്റെയൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികമാണ്. ആ സാമൂഹികമായതിനെയും കൂടി കൂട്ടിച്ചേർത്ത് അതിൽ നിർത്തേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം ടീച്ചർക്കാണ്. ആ ക്ലാസ് റൂമിൽ നിർണ്ണയിക്കുന്ന ഒരു സെക്കൻഡ് ഹക്കീമാഷിന്റെ നിരീക്ഷണങ്ങളിൽ എപ്പോഴും ഒരുപക്ഷെ മാഷ് ആയതുകൊണ്ട് തന്നെ ആവാം, ഹക്കീമാഷ് ടീച്ചേഴ്സിനെ പല ചർച്ചകളിലും അങ്ങനെ ഒരു ടീച്ചേഴ്സാണ് ഇതിന് ഒരു പ്രധാന ഉത്തരവാദി എന്നുള്ള നിലയിൽ ഉള്ളൊരു ചർച്ചകൾ പലപ്പോഴും വരാറുണ്ട്. ഒരുപക്ഷെ ഒരു അധ്യാപനം അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അധ്യാപകനാണല്ലോ ടീച്ചറെ വലുതാക്കിയാ പറയുന്നത്, ടീച്ചറെ നന്മയാ പറയുന്നത്, ടീച്ചറുടെ കഴിവിനെ കുറിച്ച് പറയുന്നത്, ടീച്ചറുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പം പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ടീച്ചേഴ്സ് അവരുടെ ഒരു പെർഫോമൻസ് അപ്രൈസൽ നാട്ടിൽ ലോകത്തുള്ള സകലമാന മനുഷ്യനും ഒരു LD ക്ലർക്ക് അയാളുടെ ഒരു പെർഫോമൻസ് അപ്രൈസലിന് വിധേയനാകുന്നുണ്ട്. ഞാനൊരു ക്ലർക്കായിരുന്ന ആളാണ്, ഞാൻ കോടതിയിൽ ക്ലർക്കായിരുന്ന ആൾ എന്ന നിലയിൽ ഞാൻ ഒരു മാസം എത്ര ഫയലുകൾ തീർത്തു, ഫയലായിരിക്കാം. സർക്കാർ സർവീസിൽ ഒരു ദിവസം നോക്കേണ്ട ഫയലുകളുടെ എണ്ണം തന്നെ നേരത്തെ പറഞ്ഞ അജൈവികമായ വസ്തുക്കളോടുള്ള പ്രോസസ് അളക്കാൻ വളരെ അല്ല. പിന്നെ ഹക്കീമാഷേ, ഇത് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. ഇതേ അസസ്മെന്റ് ഞാൻ പറഞ്ഞ അക്കാഡമിക് അസസ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്ക് കൂട്ടൽ എന്നുള്ള നിലയിൽ ഒന്നുമല്ല. അധ്യാപകന്റെ ഒരു പെർഫോമൻസ് അപ്രൈസൽ, അധ്യാപികയുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്താൻ ആരാണ് അവരെ കമ്പൽ ചെയ്യുന്നത്? ഞാനൊരു അധ്യാപകനാണെന്ന് വയ്ക്കുക. ഞാനിപ്പോൾ എത്ര കുട്ടി ജയിച്ചു തോറ്റു എന്നുള്ള നിലയിലല്ല. എൻ്റെ പെർഫോമൻസ്, എൻ്റെ അധ്യാപനം ഞാൻ നവീകരിക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ അധ്യാപന രീതികൾ ഞാൻ നവീകരിക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ പെഡഗോജിക്കൽ സ്കില്ലിനെ ഞാൻ നവീകരിക്കുന്നുണ്ടോ? എൻ്റെ ടെക്നോളജിക്കൽ സ്കില്ല് എന്താണ്? എൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണ്? ഇത് ലോകമെങ്ങും കൃത്യമായിട്ടുള്ള ക്വാളിറ്റി അസസ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയസ് ഉണ്ട്. അതിവിടെ നിന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജിലും ലോകത്തെ പ്രശസ്തങ്ങളായ യൂണിവേഴ്സിറ്റിയിലും സിസ്റ്റത്തിലും ഒക്കെ അസസ്മെൻ്റ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് മെക്കാനിക്കൽ അസസ്മെൻറ്റ്. ക്രൈറ്റീരിയ കൃത്യമായി വെച്ചുകൊണ്ടുള്ള ക്വാളിറ്റി അസസ്മെൻറ്റ്, അക്കാഡമിക് അസസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ അക്കാഡമിക് അസസ്മെൻറ്റിന് നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സ്, ഹക്കീമാഷ് പറഞ്ഞതിൽ ഒരു വലിയ പോയിന്റ് ഉണ്ട്, ഞാൻ എന്നോട് യോജിക്കുന്നു. ഒരു പകുതി പ്രജ്ഞയിൽ എന്ന് പറഞ്ഞ പോലെ ഒരു പകുതിയിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഹക്കീമാഷ് പറഞ്ഞൊരു പോയിന്റ് എനിക്ക് തന്നെ അനുഭവമുള്ളുണ്ട്. കഴിഞ്ഞ കരിക്കുലർ റിവിഷൻ്റെ സമയത്ത് സോഷ്യൽ സയൻസിൽ നമ്മൾ കാലഗണനയെ സൂചിപ്പിക്കാൻ വേണ്ടി CBC ആണ് ലോകമെങ്ങും ഇപ്പം പിന്നെ കോമൺ ഇറ, ബിഫോർ കോമൺ ഇറ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ടീച്ചേഴ്സ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് AD എന്നും BC എന്നുമാണ്. ഈ ഒരു സാധനം ഒരു ചെറിയ ഒരു ടെർമിനോളജിയിലെ ഒരു ചേഞ്ച്, CE BC, ഇത് ബോധ്യപ്പെടുത്താൻ നിരവധി അഭ്യാസങ്ങൾ, ദിവസങ്ങൾ, അതായത് അത് ബോധ്യപ്പെടാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ അധ്യാപക സമൂഹത്തിൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ കണ്ടീഷനിങ് വരുന്നത് നവീകരിക്കപ്പെടായികയിൽ നിന്ന് തന്നെയാണ്. നവീകരിക്കപ്പെടാൻ പക്ഷേ അധ്യാപകനെ സിസ്റ്റം കമ്പൽഡ് ആക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിരീക്ഷണം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചില അക്കാഡമിക് മോണിറ്ററിങ്ങിനൊക്കെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്, ചില സ്റ്റെപ്സ് വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നോട് പല ടീച്ചേഴ്സും ചോദിക്കുന്നൊരു ചോദ്യം, സാറേ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നോ, ഞങ്ങൾ ഈ പെഡഗോജിയുടെ കാര്യത്തിലോ ടെക്നോളജിയുടെ കാര്യത്തിലോ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലോ മെച്ചപ്പെടണമെന്ന് ഞങ്ങളോട് ആരും പറയുന്നില്ലല്ലോ, ഞങ്ങളെ കമ്പൽഡ് ആക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ അധ്യാപകനായിരിക്കും, പ്രിൻസിപ്പൾ ആയ ഒരാളാണ്, ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. എനിക്ക് പ്രിൻസിപ്പൾ ആവാൻ ഒന്നും വേണ്ട, എന്തു മതി? ഞാൻ സീനിയോറിറ്റിയിൽ, ആ സീനിയോറിറ്റി ലിസ്റ്റിൽ ഞാൻ മുകളിൽ ഉണ്ടായിരുന്നാൽ മതി, ഞാൻ പ്രിൻസിപ്പളാവും. ഈ ഒരു പ്രിൻസിപ്പൾ ഇസ് നോട്ട് എ ടീച്ചർ, അയാളൊരു മാനേജറാണ്, അല്ലേ? വേറെ തരത്തിൽ അയാൾ മാനേജ് ചെയ്യുന്നുണ്ട്. ആരെ മാനേജ് ചെയ്യുന്നുണ്ട്? അയാൾ 10-25 ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അയാൾ കുട്ടികളെയും ടീച്ചേഴ്സിനെയും മാനേജ് ചെയ്യേണ്ടതുണ്ട്, കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രൊഫഷണലായ ട്രെയിനിങ്ങോ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചട്ടപ്പടി, ഇപ്പോൾ CMAT എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഇപ്പോൾ പ്രിൻസിപ്പൽമാരുടെ HMമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഞാൻ വീണ്ടും വരികയാണ്, നമ്മളൊരു പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം നമുക്കില്ല. ടു ബി ഫ്രാങ്ക്, ആ പ്രൊഫഷണൽ മാനേജ്മെന്റ് സിസ്റ്റം ഇപ്പോൾ ഈ പ്രിൻസിപ്പൽമാരുമായിട്ടൊക്കെ HMമാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ
ഇവിടെ നോക്കൂ, ഞാനൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവിടെ ഇല്ലേ? ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അക്കാഡമിക് കോണ്ടെക്സ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഒരേ സമയം ഒരു HM ടീച്ചേഴ്സിനും കുട്ടികളുടെ ഇടയിലെ ലിങ്കാണ്. ടീച്ചേഴ്സിനും ഇടയിൽ, ടീച്ചേഴ്സിനും പേരൻസിനും ഇടയിൽ, കുട്ടിക്കും ടീച്ചേഴ്സിനും ഇടയിൽ, സൊസൈറ്റിക്കും സ്കൂളിനും ഇടയിൽ, ഇതിനുള്ള എന്ത് പ്രൊഫഷണൽ അക്കാഡമിക് ശേഷിയാണ്. ഇപ്പം നമ്മൾ രണ്ടാളോട് ഏതാണ്ട് ഒരേ യോജിക്കുന്ന ഘട്ടത്തിലെത്തിയാണ്. പക്ഷെ ഇതിലൊരു കൂട്ടിച്ചേർക്കലുള്ളത്, സത്യത്തിൽ ഒരു ടീച്ചറെ അസസ് ചെയ്യേണ്ടത്, നമ്മൾ ഇതിപ്പോൾ കേരളത്തിൻ്റെ വ്യവസ്ഥയൊക്കെ മാറ്റി വെച്ചാണ് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അക്കാഡമിക് മോണിറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം അസസ് ചെയ്യേണ്ടത് കുട്ടികളാണ്. ഒരു ടീച്ചർ ഉറപ്പല്ലേ? തീർച്ചയായിട്ടും അതിവിടെ ഉണ്ടല്ലോ, പക്ഷെ നടക്കുമോ? അപ്പം നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സിസ്റ്റം നടപ്പാക്കാൻ വളരെ എളുപ്പമാണ് സത്യത്തിൽ. രണ്ടാമത് നടപ്പാക്കാൻ ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് പാരൻസോ അല്ലെങ്കിൽ സൊസൈറ്റിയോ ആണല്ലോ. ഇതൊക്കെ കഴിഞ്ഞാണ് ശരിക്കും മറ്റൊരു അസസ്മെന്റിലേക്ക് പോകേണ്ടത്. അതിനൊന്നും കഴിയാത്ത വിധം എന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് അറിയുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ടത് പെട്ടെന്ന് ഒരു നിയമനിർമ്മാണം കൊണ്ടൊന്നും ഒറ്റയടിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്ത് പറയുന്നത്, ഒരു ടീച്ചർ അവരുടെ ധാർമ്മികമായ അവർ വായിക്കുന്ന അവരുടേതായ ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും ആദ്യം എന്താണ്, ടീച്ചർ തന്നെ നിങ്ങൾ പറഞ്ഞ ഓക്സ്ഫോർഡിലൊക്കെ ആദ്യം അസസ് ചെയ്യുന്നത് കുട്ടികളാണ് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവരൊന്നിച്ചിരുന്നിട്ടാണ് സിലബസ് പോലും ഫിക്സ് ചെയ്യുന്നത്. ആ ലെവലിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാസീവ് എഡ്യൂക്കേഷൻ പരിമിതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും, പിന്നെ ഇവിടെ പലതരത്തിലുള്ള ബയാസുകൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് നേരെയുള്ള പീഡനം തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബാലാവകാശ നിയമങ്ങൾ മുതൽ പോക്സോ വരെയുള്ളതിനെതിരെ അഡമൻ്റായിട്ട് നിൽക്കുക അവിടുത്തെ ടീച്ചർ കമ്മ്യൂണിറ്റി. ഇതൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒറ്റപ്പെട്ട ഏതെങ്കിലും കേസ് ഉണ്ടായിട്ടില്ലെന്നൊന്നും ഞാൻ പറയും, ഉണ്ടായിട്ടുണ്ടാവും, ഏത് നിയമം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പ്രൊട്ടക്റ്റീവുള്ള നിയമങ്ങളാണ് നമുക്കറിയാം. മാത്രമല്ല നമ്മളെപ്പോലുള്ള സാമൂഹ്യ ബോധമുള്ള, ശാസ്ത്രീയ ബോധമുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് കുട്ടികളുടെ റൈറ്റ്സിൻ്റെ കൂടെ നിൽക്കാൻ കഴിയും. പക്ഷേ അധ്യാപക സമൂഹത്തിൽ വലിയൊരു വിഭാഗം ഇതിനെ ഇപ്പോൾ അടമന്നെ. അപ്പോഴാണ് ടീച്ചർ ഇവാലുവേഷനെ കുറിച്ച് കുട്ടികൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അത് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാഴ്ചപ്പാട് മാറ്റത്തിൻ്റെ കൂടെ അത് രണ്ടുപേരും യോജിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അസസ്മെന്റ് ആവശ്യമാണ്. പക്ഷെ അസസ്മെന്റിന് വിധേയരാകുന്ന കുട്ടികൾക്ക് ആ അസസ്മെന്റ് ലെവലിലേക്ക് എത്താൻ പാകത്തിനുള്ള എന്താ പറയുക വിഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതിൽ രണ്ടുപേരും ഒരുപക്ഷെ യോജിക്കുന്നത്. അതിനെ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ ഒരുപക്ഷെ ഡിഫറെൻ്റ് ആയേക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും കാഴ്ച. ഞാൻ അതിൽ നിന്ന് ഈ നമ്മളുടെ ഒരു പ്രൈം ഇതിനകത്തേക്ക് ഞാനൊന്ന് തിരിച്ചു വരാം. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച കാര്യങ്ങൾ എന്തിനാണ് പഠിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് സ്കൂളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജോലിയൊക്കെ കിട്ടി വേറെ പല കാര്യങ്ങളും അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ഞാൻ അന്ന് പഠിച്ചത് ഇതിനായിരുന്നു അല്ലേ എന്ന് ഞാനൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പക്ഷേ 10ാം ക്ലാസ്സിൽ ഈ പറയുന്ന കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും കാണാപ്പാഠം പഠിച്ച് എഴുതി 80%-ലധികം മാർക്ക് വാങ്ങിയ ഒരാളാണ് ഞാൻ. 80%-ലധികം മാർക്ക് എനിക്കുണ്ടായിരുന്നു. ഹിന്ദിക്കൊക്കെ എനിക്ക് 50 അന്ന് 50-ലാണ് ഹിന്ദിക്ക് മാർക്ക്. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ പുറമേ കേൾക്കുന്നതോ അറിയുന്നതോ ആയ ജാർഗൻസിനാണ് എനിക്ക് അറിയാവുന്ന കാര്യം. അന്ന് ഹിന്ദിക്ക് 50-48 മാർക്കുണ്ടായിരുന്നു കാണാപ്പാഠം പഠിച്ചാൽ. അപ്പം അതുപോലും പിൽക്കാലത്താണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണോ നമ്മളുടെ ഒരു സിസ്റ്റം ഇപ്പോഴും ഉള്ളത്? നമ്മൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, പിന്നെ പെഡഗോഗി മാറ്റി, കുട്ടികളുടെ അപ്രോച്ച് മാറ്റി, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു, കണ്ടു പഠിക്കുന്നതിലേക്ക് കൊണ്ടുവന്നു, ശിക്ഷണ രീതി മാറ്റി, അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണോ കാര്യങ്ങൾ? അല്ല, ഒരു കാര്യം നമ്മൾ ഒരിക്കൽ NCERT ഒരു ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു. NCERT എന്ന് വന്നൊരു ഫാക്കൽറ്റി അവരിപ്പോഴും NCERT ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ചോദിച്ചു, നിങ്ങളിങ്ങനെ അവരും ഈ പ്രോസസ്സിലൊക്കെ ഉള്ള ആൾ തന്നെയായിരുന്നു. അവർ ചോദിച്ചത്, നിങ്ങൾക്കൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ഒന്ന് ചെയ്ത് കാണിക്കാമോ? കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം, നിങ്ങൾ പറയുന്ന ഈ കൺസ്ട്രക്റ്റിവിസത്തെക്കുറിച്ചുള്ള നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര പെഡഗോജിസ്റ്റുകളാണ്. അവർക്ക് ഫിലോസഫിയൊക്കെ വളരെ നന്നായിട്ട് അറിയാം, അതൊക്കെ അറിയാം. പക്ഷേ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതടുത്താണ് ഈ പറഞ്ഞ
നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ കാണുന്നത് ഇരട്ടി ശക്തിയിൽ ഈ കണ്ടിന്യൂസിൻ്റെ സി പോയി, അല്ല ആദ്യം കോംപ്രിഹെൻസീവിൻ്റെ സി പോയി, രണ്ടാമത് കണ്ടിന്യൂസിൻ്റെ സി പോയി, എന്നിട്ട് ഇപ്പം നമ്മുടെ ക്ലാസ് റൂമുകൾ ഇരട്ടി ശക്തിയിൽ പഴയ ലെക്ചറിങ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് തിരിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനലുകളിലെ ഇപ്പം ഗുളിക പരുവത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് തിരിച്ചു പോയി എന്നുള്ള നിലയിലായി. വാട്ട്, വെൻ, വൈ, ഹൗ എന്ന് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചുപോക്ക് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഈ ആശയതലത്തിൽ നമ്മൾ കൊണ്ടുവന്ന ആശയതലത്തിൽ ആ ആശയങ്ങൾ തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു റിനോവേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ, കാരണം ഇത് മുന്നോട്ട് പോകുന്നതാണല്ലോ. കരിക്കുലം എന്ന് പറഞ്ഞാൽ തന്നെ മുന്നോട്ടുള്ള പാതയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അത് മുന്നോട്ടാണ് പോകേണ്ടത്. ഒരു ഒഴുകുന്ന നദിയാണല്ലോ അത്, അല്ലാതെ അത് കെട്ടി നിൽക്കുന്ന ജലാശയമല്ല. സ്വാഭാവികമായിട്ടും അതിനകത്ത് അപ്ഡേഷൻസും അതിനകത്ത് റിനോവേഷൻസും അതിനകത്ത് നവീകരിക്കലുകളൊക്കെ വരുന്നുണ്ട്. വരേണ്ടതുണ്ട്. അത് അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ ഈ പരീക്ഷണത്തിനൊരു സൊസൈറ്റിയെ, ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റി അടക്കമുള്ള ആളുകളെ പാകപ്പെടുത്തി എടുത്തിട്ട് നടന്ന പരീക്ഷണമായിരുന്നു അതൊക്കെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്, ഇതെല്ലാം ഇരട്ടി വേഗത്തിൽ തിരിച്ചു പോകാൻ കാരണം ഈ അധ്യാപകർ തന്നെയാണോ? അധ്യാപകർ മാത്രമാണോ? നമ്മൾ ഈ പരീക്ഷണത്തിലെ പാളിച്ചയാണോ? നമ്മൾ ഈ സൂക്ഷ്മമായ ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇപ്പോഴും പോകാറില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ഇപ്പോൾ ഹക്കീം മാഷ് പറഞ്ഞ ഈ എൻറോൾമെൻറ്റിൻ്റെ കാര്യം തന്നെ നമ്മൾ പറയുമ്പോഴേ, നമ്മൾ എൻറോൾമെൻറ്റിനെ തന്നെ കാണുന്നത് നമ്മളൊരു മിഡ്ലാൻഡ് കൾച്ചറിൻ്റെ എൻറോൾമെൻറ്റ് വെച്ചിട്ടാണ്. ഈ എൻറോൾമെൻ്റ് ആണോ ഏക അധ്യാപക വിദ്യാലയങ്ങൾ ഉള്ള, ആ വിദ്യാലയങ്ങൾ പോലുമില്ലാത്ത ഇടത്തെ എൻറോൾമെൻറ്റിനെ നമുക്ക് ഇതുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വയനാട് ജില്ലയിലെ എൻറോൾമെൻറ്റിൻ്റെ കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? വയനാട് ജില്ലയിലെ എൻറോൾമെൻ്റ് കൊഴിഞ്ഞുപോക്കിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് ജില്ലയുടെ SSKയുടെ കയ്യിലടക്കം ആ കണക്കില്ല എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്. അതായത് +1 ക്ലാസ്സുകളിൽ 10ൽ നിന്ന് +1ലേക്ക് വന്നിട്ട് +2 മുമ്പ് കൊഴിഞ്ഞു പോയ കുട്ടികളുടെ എണ്ണം എനിക്ക് ഈ ഫ്ലോറിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയധികം കുട്ടികൾ ഈ സിസ്റ്റത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾക്ക് 100% എൻറോൾമെൻ്റ് ഉണ്ടെന്ന്. അത് നമ്മൾ പറയുന്നത് ഈ ഒരു മിഡ്ലാൻഡിനെ, കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ മലയോര മേഖലകൾ, ആദിവാസി ഗോത്ര മേഖലകൾ, കേരളത്തിൻ്റെ കടലോര മേഖലകൾ പോലെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഇക്വിറ്റിയുടെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടുണ്ടോ? നമ്മൾ ഒന്നാം തലമുറ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഫസ്റ്റ് ജനറേഷൻ എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് ജനറേഷൻ ഇഷ്യൂ എന്ന് പറയാവുന്ന ഇക്വിറ്റിയുടെയും ആക്സസിബിലിറ്റിയുടെയും പ്രശ്നം, ഇപ്പോൾ ഞാൻ വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ ഇപ്പോഴും സ്കൂളുകളിൽ പോകാത്ത നിരവധി കുട്ടികളെ നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അവിടെ പോയി അത് കണ്ടുകൊണ്ട് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അതിനൊക്കെ വേണ്ട സവിശേഷമായ സൂക്ഷ്മമായ ഇടപെടലുകൾ നമ്മളുടെ നിർവൃതികൾക്കിടയിൽ, നമ്മുടെ മറ്റ് ചില അഭിരമിക്കലുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്നു. ഇപ്പോൾ നോ ചൈൽഡ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്നാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ റൈറ്റ്. ഇപ്പോൾ സാർ ഹക്കീം മാഷ് പറഞ്ഞ അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഒരു കുട്ടി, എല്ലാ ആടും കൂട്ടിലെത്തിയിട്ടും മുടന്തനായ ആടിനെ തെരഞ്ഞു പോയ ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. ആ മുടന്തനായ ആട് കൂടി വരുമ്പോഴല്ലേ ഈ കൂട്ടം പൂർണ്ണമാവുന്നുള്ളൂ എന്ന് പറയുന്നത്. മുടന്തൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല പുതിയ കാലത്ത്. അതൊരു ബിബ്ലിക്കൽ സെയിങ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ആളെയാണ് നമ്മൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു വലിയ ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചർ ഈ ആടിനെ തെരഞ്ഞു പോവാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ സൂക്ഷ്മമായ പ്രശ്നങ്ങളെ, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് മൈക്രോ അല്ല, അത് വേറൊരു തരത്തിൽ അത് മാക്രോ ആയ പ്രശ്നം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഈ കുട്ടികൾക്ക് പോകാനുള്ള ഗതാഗത സൗകര്യം, ഞാൻ ഈ പറയുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ട കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി, അതൊരു ജില്ലയുടെ ക്രൈസിസ് അല്ല. ഇപ്പം നമ്മൾ നാസിൻ്റെ സ്റ്റഡി വന്നു. നാസിൻ്റെ സ്റ്റഡിയിൽ കൃത്യമായിട്ട് 2021 നാസ് സ്റ്റഡിയിൽ കണ്ട കാര്യം എന്താ? നമ്മുടെ 3-4 ജില്ലകൾ, വയനാട് ജില്ല, പാലക്കാട് ജില്ല, കാസർഗോഡ് ജില്ല, ഇടുക്കി ജില്ല, ഈ 4 ജില്ലയിലെ വിദ്യാഭ്യാസ നിലവാരം ദേശീയ തലത്തിലെ ട്രൈബൽ പോപ്പുലേഷനിലുള്ളിടത്തിന് സമാനമോ താഴെയോ ആണ്.
വിട്ടുപോയ കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിൽ, അത് നീതി ആയോഗിൻ്റെ സർവേ തന്നെ, അതായത് സ്കൂളുകൾ ഉപേക്ഷിച്ച കുട്ടികളെ തിരിച്ചെത്തിക്കുന്നതിൽ നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണെന്നുള്ള നിരീക്ഷണവും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? നമ്മളൊരൊറ്റ പാക്കേജ് നടപ്പിലാക്കും, ഒരു കരിക്കുലം, പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതിലുണ്ട്, ഒരു കരിക്കുലം മൊത്തം സ്റ്റേറ്റിന്, ഒരു കരിക്കുലം മൊത്തം സ്റ്റേറ്റിന് ഒരു പദ്ധതി. ഈ പദ്ധതിയിൽ എന്ത് പെടില്ല? ട്രൈബൽ വിഭാഗത്തിലെ കുട്ടിക്ക് വീട്ടിൽ നിന്ന്, കാരണം ഗോത്ര സാരഥിന്നോ അതിൻ്റെ പേര് വേറെന്തോ പേരാണ്, അല്ല അതിനിപ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്, വിദ്യാവാഹിനി എന്നാക്കിയിട്ടുണ്ട്. ആ വിദ്യാവാഹിനി, ആ പേര് വിദ്യാവാഹിനി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാവാഹിനിക്ക് ഒരു നിയമമുണ്ട്. എന്താ? ഈ ഇത്ര കിലോമീറ്റർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ 5 കിലോമീറ്റർ പരിധിയിലുള്ള കുട്ടിയെ മാത്രമേ എടുക്കാവൂ. 6ാമത്തെ കിലോമീറ്ററിന് അപ്പുറത്തുള്ള കുട്ടി ഇതിനപ്പുറത്താണ്. നമ്മളിപ്പോൾ ഏകാധ്യാപക വിദ്യാലയങ്ങൾ പൂട്ടി, ഏകാധ്യാപക വിദ്യാലയങ്ങൾ വേണം എന്നല്ല, പക്ഷെ ബദലായിട്ടുള്ള ഒരു സംവിധാനം വരാതെയാണ് പെട്ടെന്ന് ഏകാധ്യാപക വിദ്യാലയങ്ങൾ പൂട്ടുക ചെയ്തത്. വയനാട്ടിലടക്കം നമ്മുടെ മലയോര മേഖലകളിലെ വിദ്യാഭ്യാസ അത് ഒരു ആൾട്ടർനേറ്റീവ് സ്കൂൾ എന്ന നിലയിൽ ഈ 5 കുട്ടികൾ 7 കുട്ടികൾ, ആ 7 കുട്ടികൾക്ക് ഇന്ന് കാടിന് പുറത്തേക്ക് വന്നിട്ട് ഒരു സ്കൂൾ ആക്സസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ഗ്രാൻഡ് ലഭിക്കാത്ത, ഇതുവരെ ഗ്രാൻഡ്, ഒരുപാട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു മിഡ്ലാൻഡിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, അങ്ങോട്ട് അങ്ങനെ നീളുന്ന ജില്ലയിൽ നിന്നും ഈ സൂക്ഷ്മവും എന്നാൽ അഡ്രസ് ചെയ്യേണ്ടതുമായ ഒരു അർബൻ ബയാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യുക. എൻ്റെ ഈ ഒരു സെഷൻ, ഈ ഒരു ടോക്ക് കൺക്ലൂഡ് ചെയ്യുക. നമുക്ക് നമ്മുടെ എല്ലാ പദ്ധതികൾക്കും ഒരു അർബൻ ബയാസ് ഉണ്ട്. ഈ അർബൻ ബയാസ്, നമ്മൾ പലപ്പോഴും ഈ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് പണ്ട് പറഞ്ഞിരുന്നു, ഇതിനൊരു അർബൻ ബയാസ് ഉണ്ടെന്ന്. ഈ അർബൻ ബയാസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് സോഷ്യലി, ഇക്കണോമിക്കലി, കൾച്ചറലി, എത്നിക്കലി വശങ്ങളിലുള്ളവരെ അത് കാണാറില്ല. അപ്പം യജ്ഞം വലിയൊരു സാധ്യതയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. യജ്ഞത്തിൽ ഈ ഒരു കാഴ്ച ഇവരെ ഒന്ന് കാണും എന്ന്. നോക്കൂ, നമ്മുടെ ആസ്ബറ്റോസ് ഷീറ്റ് പാകിയ നമ്മുടെ കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് 1 വർഷത്തേക്ക് പിന്നെ NOC ഒക്കെ കൊടുത്തിട്ട് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൂക്ഷ്മമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമ്മളൊരു ഇൻക്ലൂസീവായ സൊസൈറ്റിയായി മാറുമോ? നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഇതിനെയും വെച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ഇൻക്ലൂസീവ് ആണോ നമ്മുടെ എഡ്യൂക്കേഷൻ? ഞാനീ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് ഇംഗ്ലീഷ് വേണം, എന്തുകൊണ്ട് കുട്ടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത കരിക്കുലം ഉണ്ടാക്കണം, എന്തുകൊണ്ട് അത് വയബിൾ ആക്കണം. SSLC കഴിയുമ്പോൾ +1 ചേരുന്ന കുട്ടി +1 നിന്നും ഗോത്രവർഗ കുട്ടികളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം മനോഭാഷ പറഞ്ഞിട്ടുണ്ട്, എന്താ പോകുന്നുണ്ട് അതിൻ്റെ വസ്തുത എന്താ കാരണം? 10ാം ക്ലാസ് വരെ ഉണ്ടായതുപോലെയുള്ള കേരളത്തിൻ്റെ സ്വന്തം ഒരു കരിക്കുലവും സിലബസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഈ NCERT പാറ്റേണിൻ്റെ കൂടെ പോയി അവിടെ ഇപ്പോഴും ഹയർ സെക്കൻഡറി ഇല്ലാതുള്ള അത് ഈ കുട്ടികൾക്ക് ഒരിക്കലും വയബിൾ അല്ല. അവർക്കതല്ല, അവരവിടെ അന്യവൽക്കരിക്കപ്പെടുന്നു, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ പുറത്തു പോകുന്നുണ്ട്. ഒരു സമൂഹത്തെ അറിഞ്ഞുണ്ടാക്കിയ കരിക്കുലത്തിൽ മാത്രമേ സമൂഹത്തിൽ നിൽക്കാൻ കഴിയൂ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഹക്കീം. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ അല്ല, ഞാനിതിന് ഉത്തരത്തിലേ വന്നില്ലട്ടോ, ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞതാണ്. അല്ല, മാഷ് പറഞ്ഞ ഇംഗ്ലീഷിലൊക്കെ എനിക്ക് ഒരുപാട് വിശദീകരണമുണ്ട്. കാരണം അതെനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇപ്പം ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമില്ല, അത് കുറെ കാലമായിട്ടുള്ളതാണ്. ഈ പുറകെ നിൽക്കുന്ന മനുഷ്യന്മാർ പുറത്ത് തന്നെ നിൽക്കുകയും. അതെ, അല്ല സാർ, നമ്മളെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിലേ ഈ ഇംഗ്ലീഷ് കുറച്ചുകൂടി സൂക്ഷ്മമായൊരു കുറച്ച് അറ്റാക്ക് പോലെ നടത്തുന്ന ഒരു തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് മനോജ്. ഇത് പറഞ്ഞ ശേഷം, അതായത് ശരിക്കും നമ്മുടെ ഒരു വളർച്ചയായിരുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്കായി പോയി എൻ്റെ ടോൺ എന്നുള്ള പ്രശ്നം. ഞാനല്ല അത് പറയുന്നത്, അമർത്യസംഘം അല്ല, വസ്തുത ശരിയാണ് ഞാൻ പറഞ്ഞതേ. അല്ല, വസ്തുത ശരിയാണ്. അതായത് നമ്മൾ ഒരു 30%, 40%, 50% ഒക്കെ ഉണ്ടായിരുന്നത് 60%, 70%, 80%, 90%, ഒരു പക്ഷെ അതിൽ മേലോട്ടാണ് നമ്മൾ പോയത്. എന്നിട്ടും നമ്മളിൽ ചില കുട്ടികൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അപ്പോൾ ഒഴിഞ്ഞു പോകുന്നു, പ്രത്യേകിച്ചും ഈ പറയുന്ന 2-3 ജില്ലകളിൽ. പിന്നെ പ്രതീക്ഷിത പഠന നേട്ടം ഈ പറയുന്ന ചില ജില്ലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ ചില കോസ്റ്റൽ ബെൽറ്റുള്ള കുട്ടികൾ നമുക്കറിയാം. കാരണം അവർ അത്രയും ഇപ്പം ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അത് SSKയുടെ ഒക്കെ സിസ്റ്റത്തിൻ്റെ പുറത്ത് ചില NGOs ഒക്കെ വളരെ സ്ട്രോങ് ആയി പ്രവർത്തിച്ചിട്ട് പോലും
അവർ ഒരു 10-16 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് മത്സ്യബന്ധനത്തിനൊക്കെ പോയി കളിയുക കുട്ടികൾ. അതിന് പിന്നെ വേറെ ചില അത്ര നല്ലതല്ലാത്ത പല പ്രവണതകളിലേക്കും സ്കിപ്പായി പോകുന്നതിൻ്റെയൊക്കെ ഇഷ്യൂ ഉണ്ട്. ഇത്രയൊക്കെ നമ്മൾ പിടിക്കുമ്പോഴും അത് നേരത്തെ പറഞ്ഞതുള്ള ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞ ഈ ഇൻക്ലൂഷൻ ഉണ്ടാക്കാനുള്ള പരമാവധി ശ്രമം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടത്തുമ്പോഴും അതിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അത്രയും സങ്കീർണമായ സിറ്റുവേഷൻ ഉണ്ട്. ഇതിൻ്റെ പുറമെ നേരത്തെ മനോജ് മാഷ് പറഞ്ഞുള്ള ചില സങ്കീർണതകൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴുള്ള കേരളത്തിലെ സൊസൈറ്റി ഒരു ഭയങ്കര സങ്കീർണമായ പൊസിഷനിലുള്ള സൊസൈറ്റിയാണ്. ഒരു ഉദാഹരണം നേരത്തെ ഫിൻലൻഡിനെ പറ്റി പറഞ്ഞു. ഫിൻലൻഡ് മാതൃക നമുക്കറിയാം, യൂറോ സെൻറ്ററിലൊക്കെ ആണെങ്കിൽ ഫിൻലൻഡ് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഫിൻലൻഡിൽ പാഠപുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല 7ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ പ്രൈമറി ലെവലിലെ കുട്ടികൾക്ക്. നിങ്ങൾ കേരളത്തിൽ അങ്ങനെ ഒന്ന് ആലോചിക്കുന്നതൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പം മന്ത്രി പറയുകയാണ് നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് ഹോംവർക്കൊക്കെ നിർത്തി കുട്ടികൾ പാരൻസിൻ്റെ കൂടെ കളിക്കട്ടെ, അവരുടെ വൈകാരിക വളർച്ചയുടെ പ്രായമാണത് എന്നങ്ങാൻ പറഞ്ഞാൽ ആ മന്ത്രിയല്ല സർക്കാർ വരെ ഉണ്ടാവുകയില്ല. കാരണം ജനങ്ങൾ അത്രമേൽ ഇപ്പം പ്രൈമറി നമ്മൾ ഈ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് SSKയുടെ. ഏറ്റവും ഗംഭീരമായ പ്രൊജക്റ്റുകളൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പ്രൈമറിയിൽ പിന്നെ കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ ഒരുക്കി അതിമനോഹരമായ രീതിയിൽ ഓരോ ഇടങ്ങൾ സെറ്റ് ചെയ്തു, 10-14 ഇടങ്ങൾ സെറ്റ് ചെയ്തു. നല്ല അതിന് പറ്റുന്ന തരത്തിലുള്ള കളിത്തോണി എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ കൊടുത്തു. പക്ഷെ ഒരിടത്തും അത് എടുത്ത് പഠിപ്പിക്കാൻ രക്ഷിതാക്കളും സമ്മതിക്കുന്നില്ലെന്നും സ്കൂളുകാർ സമ്മതിക്കില്ലെന്നാണ് ഈ കുട്ടികൾ പ്രൈമറി ടീച്ചർമാർ പറയുന്നത്. എന്താ പറയുക, അവർ പറയുന്നത് കളിത്തോണൊക്കെ അങ്ങോട്ട് മാറ്റി നിങ്ങളാ ഏതെങ്കിലും പ്രൈവറ്റ് പബ്ലിഷേഴ്സിൻ്റെ ഇംഗ്ലീഷ് പുസ്തകം എടുക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു വൈകാരിക വളർച്ചയുടെ ഘട്ടം. അതുപോലെ നമുക്കറിയാം ആ പ്രായത്തിൽ കുട്ടികൾ എഴുതാനോ അങ്ങനെ കടുത്ത രീതിയിൽ വിരലുകൊണ്ട് പിടിക്കാനൊന്നും പറ്റില്ല. കാരണം അവരുടെ വളർച്ചയുടെ ഘട്ടമാണ്. അപ്പോൾ അതൊന്നല്ല, പെന്നെടുക്കണം, എഴുതണം എന്നൊക്കെ ഇങ്ങനെ പാരൻസിൻ്റെയൊക്കെ ഭാഗത്തുള്ള ഭയങ്കര ഒരുപക്ഷെ ആഗ്രഹം വിട്ട ആർത്തി എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കുള്ള തരത്തിൽ. ഇവിടെ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും സർക്കാരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയരൂപീകരണത്തിൻ്റെ സമിതികളോ പ്രതിസന്ധിയിൽപ്പെട്ടു പോകുന്നൊരു ഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എനിക്ക് തോന്നുന്നു പാഠപുസ്തകമൊക്കെ ഉണ്ടാക്കുന്ന മുതൽ പരീക്ഷ വരെയുള്ള എത്തുന്ന നമ്മൾ നേരിടുന്ന ഏറ്റവും ഇപ്പം ഞാൻ കരിക്കുലം അതിൻ്റെ കേരളത്തിൻ്റെ അപെക്സ് ബോഡിയിൽ ഇരുന്ന ആളാണ്, അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ. അപ്പോൾ നമുക്ക് അവിടെ ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കും. നമ്മൾ ഫിൻലൻഡ് മാതൃക നമ്മൾ മുമ്പിലുണ്ട്. നമുക്ക് പരീക്ഷ ഒഴിവാക്കാം, പ്രൈമറി ക്ലാസ്സിൽ പരീക്ഷ ഒഴിവാക്കാം എന്നുള്ള ആശയതലത്തിൽ നമുക്കറിയാം. പോട്ടെ, ഓപ്പൺ ബുക്ക് എക്സാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു തുടക്കം രാജീവ്. ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോൾ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇനി പുസ്തകം തുറന്നു വെച്ച് പരീക്ഷ നടത്തിക്കോട്ടെ, അതാണ് ആൾക്കാരുടെ പെട്ടെന്നുള്ള പ്രതികരണം. ആൾക്കാർക്ക് ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഒരു പക്ഷേ എനിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അല്ലെ പരീക്ഷ അല്ല അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാത്ത പ്രശ്നം. ഇങ്ങനെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മൾ കുറേ പ്രശ്നങ്ങൾക്കുള്ളൊരു കാരണം നിങ്ങൾ പറഞ്ഞു തലമുറ മാറ്റം തന്നെയാട്ടോ. നമ്മൾ ഈ ടെക്നോളജി ഒരു പക്ഷേ വികസനമെന്നല്ല, ടെക്നോളജി അപകടകരമായ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഏത് കാഴ്ചപ്പാടിനെയും ഏത് നയങ്ങളെയും കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഓരോ ദിവസവും ഈ ഏറ്റവും പുതിയ AI അപ്ഡേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങളുടെ എൻ്റെയും മക്കളോ പേരക്കുട്ടികളോ എന്തായിത്തീരുന്നു പോലും എങ്ങനെ പോകുന്നു പോലും നമുക്ക് പറയാനില്ല. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മുടെ ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഈ കൊല്ലം നടന്ന കരിക്കുലർ റിവിഷൻ നമ്മൾക്ക് പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ്. ഞാൻ കോംപ്രമൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ പുതിയൊരു കാലത്തിനനുസരിച്ച് മാത്രം ഒരു പാഠപുസ്തകം ഉണ്ടാക്കാൻ കഴിയാത്തതിന് നമുക്ക് നമ്മുടെ മൂല്യബോധങ്ങളെ നോക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ പല വിശ്വാസ സംഹിതകളെയും നിലനിർത്തേണ്ടതുണ്ട്. പേരൻസിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തെ കാണേണ്ടത്, കുട്ടിയുടെ ഏറ്റവും പുതിയ എക്സ്പ്ലോസീവായ അവസ്ഥയെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അധ്യാപക സമൂഹത്തിൻ്റെ മെറിറ്റുകളോടൊപ്പം തന്നെ അവരുടെ വീക്ക്നെസ്സുകളെയും കൂടി അഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. എല്ലാ കരിക്കുലം റിവിഷൻസിനും ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ചിലതിനെ പഴഞ്ചനെന്നും ചിലതിനെ ഏകപക്ഷീയമായ അധ്യാപകന്റെ പ്രസംഗമെന്നും അത് എന്താണ് ചേഷ്ടാവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ അതുകൂടി പറഞ്ഞുകൊണ്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഒരു 90കളിൽ കേരളത്തിൽ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ കാണാതെ പോയ ചില കാര്യമുണ്ട്. ഞാൻ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഈ മണലെഴുത്ത് എന്ന് പറഞ്ഞ ഈ സമ്പ്രദായം അതാണല്ലോ വേറൊരു തരത്തിൽ മരിയ മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത് മണൽ ഒട്ടിച്ചു വെച്ചിട്ട് അത് പരിശോധിച്ചിട്ട് കുട്ടി സ്പർശിച്ചറിയുന്നതാണ്. ഇന്നിപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിൽ VS രാമേന്ദ്രനെ പോലെയുള്ള ആളുകൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ വലിയ ഗവേഷണം ഈ എങ്ങനെയാണ് ഭാഷ
ന്യൂറോൺസ് വഴി കൈമാറുന്നതിനെ കുറിച്ചുള്ള വലിയ റിസർച്ചുകൾ അടക്കമുണ്ട്. അപ്പം കേരളത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സംഗതിയാണിത്. നമ്മൾ ഈ പാടെ നമ്മൾ ഈ പഴയതിനെ നെഗേറ്റ് ചെയ്യുമ്പോൾ ഒരു വിഷയമാണ്. ഇതിനൊന്നും ആരും നെഗേറ്റ് ചെയ്തില്ല. നെഗേറ്റ് ചെയ്ത ചിലരുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ അതിൽ സൂചിപ്പിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ, അപ്പോൾ ഹക്കീം മാഷ് അതിന് മറുപടി പറയേണ്ടതില്ല. ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം, അതായത് കേരളത്തിലെ പാടെ അധ്യാപകന്റെ ഏകാധിപത്യമാണ് ക്ലാസ് റൂമുകളിൽ കേട്ടിരുന്നതെന്നും കേരളത്തിൽ മുഴുവൻ അധ്യാപകരും ചേഷ്ടാവാദികളായി തുടർച്ചയായിട്ടുള്ള പ്രസംഗങ്ങൾ കാലൊടിഞ്ഞ ബെഞ്ചുകളുടെ മുന്നിൽ നിന്ന് നടത്തുകയായിരുന്നെന്നും അധ്യാപകൻ ഏകാധിപതികളായ അധ്യാപകരും എല്ലാവരും എല്ലാ കാലത്തും ഏകാധിപതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കാലത്തിൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഏകാധിപതികളുള്ള കാലം ഇക്കാലമാണ്. നമ്മൾ നോക്കിയാൽ മതി. ഈ ഭരണകൂട ഏകാധിപത്യത്തെ നോക്കണമെങ്കിൽ ഇപ്പോൾ ഈ 2010 ശേഷം നോക്കിയാൽ മതി. അപ്പോൾ ഈ നമ്മുടെ എഡ്യൂക്കേഷൻ ഞാനൊന്നും ജസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പം നമ്മൾ 1817 ട്രാവൻകൂറിൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ്റെ ഡിക്ലറേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭരണാധികാരികൾ അന്ന് ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. 1817 സേതു പാർവതിഭായിയുടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ്റെ ഡിക്ലറേഷൻ വരുന്നത്. അവർ മാത്രമല്ല, പക്ഷെ അതിനവരെ കമ്പൽഡ് ആക്കിയ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിതങ്ങൾ, കാണുന്നതിൽ ഒരു അക്ഷരം എൻ്റെ വംശത്തെ പറ്റിയെന്ന് പൊയ്കയിൽ യോഹന്നാൻ പറഞ്ഞതാണ് ഇവർക്ക് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ അയ്യങ്കാളി ഊരുട്ടമ്പല സ്കൂളിൽ പഞ്ചമിയെ വിളിച്ചുകൊണ്ട് പോയതിന്റെ ആഫ്റ്റർ എഫക്ട് കൂടി ആയിരിക്കാം അത്. അല്ല, ഇതിൽ തമാശട്ടെ ഞങ്ങൾ പറഞ്ഞത്, ഗൗരി ലക്ഷ്മി പാർവതിബായിയുടെ പ്രഖ്യാപനം വന്ന് 1 നൂറ്റാണ്ടിന് ശേഷമാണ് അയ്യങ്കാളി പാർവതിയെ കൈയൊടിച്ച് പോയി കത്തിക്കേണ്ടി വരുന്നത്, പഞ്ചമിയെ കൊണ്ടുപോയിട്ട്. അതായത് അല്ല, അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അതെ, എന്നാലും കോൺസെപ്റ്റ് അല്ല. ഈ ഇൻക്ലൂഷന്റെ പ്രശ്നം അന്നുണ്ട് ഇന്നുണ്ട്. നമ്മൾ ഈ ഇൻക്ലൂഷന്റെ ഇന്നത്തെ പ്രശ്നം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ, അന്നുണ്ട് ഇൻക്ലൂഷന്റെ ഇഷ്യൂ. പക്ഷെ ഞാൻ പറഞ്ഞത് 1867 നമുക്കിവിടെ കരിക്കുലം റിഫോം കമ്മിറ്റി വരുന്നുണ്ട്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായിട്ടുള്ള ആദ്യം ഒരു തമിഴനും പിന്നീട് കേരളവർമ്മ വരുന്ന 1867 വരുന്നുണ്ട്. നമുക്ക് വിദ്യാഭ്യാസ കോഡ് നമുക്ക് 1900 തന്നെ വരുന്നുണ്ട്. നമുക്ക് ഉച്ചഭക്ഷണ പരിപാടി ഏതാണ്ട് അതേ കാലത്ത് തന്നെ ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെർണാക്കുലർ സ്കൂൾസ് ഈ ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ 19ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ 1956 കേരളത്തിലെ സാക്ഷരത 40%. അന്ന് 14% ഇന്ത്യയുടെ സാക്ഷരത. കേരളത്തിൽ 9167 പൊതുവിദ്യാലയങ്ങൾ അന്നുണ്ട്. 1956 9167 സ്കൂളുണ്ട്. ഇപ്പം നമുക്ക് ആകെയുള്ള സ്കൂൾ 14,000. അത് 2000 +2 ആണ്. അപ്പോൾ അതിനുശേഷം നമുക്കുണ്ടായ സ്കൂളുകളുടെ എണ്ണം കേവലം 3000 മറ്റുമാണ്. ഈ 9167 സ്കൂള് 56 നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഉണ്ടായിരുന്ന മോണിറ്റോറിയൽ സിസ്റ്റം എന്ന് പറയുന്ന മോണിറ്റർ, നമ്മൾ ഈ ചട്ടമ്പി സ്വാമിയുടെ പേര് കുഞ്ഞമ്പിള്ള ചട്ടമ്പി ആയത് അങ്ങനെയാണല്ലോ, മോണിറ്റോറിയൽ സിസ്റ്റമാണ്. ഈ മോണിറ്റോറിയൽ സിസ്റ്റമാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ പിന്നീട് സാർവത്രിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചൊരു സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പോസിറ്റീവ് ആസ്പെക്ട്സ്, എല്ലാം പോസിറ്റീവായിരുന്നു എന്നല്ല, ഇൻക്ലൂഷൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അരികിലെ മനുഷ്യരെ പാടെ തള്ളപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം, അതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം പിന്നെ പെഡഗോജി, ഡോക്ടർ കെ സോമനെ പോലെയുള്ള ആളുകൾ, വളരെ ആദരണീയനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് ഡോക്ടർ കെ സോമൻ, മരിച്ചുപോയി അദ്ദേഹമൊക്കെ ഒരു മൾട്ടി പെഡഗോജി. ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് പഠനത്തിന് ഉപയോഗിച്ചിരുന്ന നമ്മൾ ഈർക്കിൽ വെച്ചുകൊണ്ട് ഈ തെങ്ങിൻ്റെ മറ്റേ വെള്ളക്ക ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ചില ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സഞ്ചിയിലുണ്ട് മഞ്ചാടി എണ്ണുക വേണ്ടേ ചങ്ങാതി എന്നൊക്കെ നമ്മളത് പാട്ടൊക്കെ പാടിയിരുന്നു, ഓർമ്മയുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇവോൾവ് ചെയ്യപ്പെട്ടു വന്നൊരു പെഡഗോജിയും ഇതുമെല്ലാം വളരെ മോശമായിരുന്നു എന്നും അത് ഏകപക്ഷീയമായ അധ്യാപകൻ്റെ പ്രഭാഷണമായിരുന്നു എന്നും ഇതിൽ നിന്നെല്ലാം കുട്ടിയെ വിമോചിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഈ കുട്ടിക്ക് ആ പറഞ്ഞ തരത്തിലുള്ള വിമോചനം സാധ്യമായി. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ പൊതുവ്യവഹാരത്തിൽ ഇടപെടുന്ന സാംസ്കാരിക പ്രവർത്തകരും ഹക്കീമാഷ് അടക്കമുള്ള നമ്മളെല്ലാം ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, ശാസ്ത്രകാർ, അങ്ങനെ നീളുന്നവരെല്ലാം ഈ പോയ പെഡഗോജിയിലൂടെയും കണ്ടന്റിലൂടെയും വന്നവരാണ്. അപ്പോൾ അതിനെയൊക്കെ പാടെ നിരാകരിച്ചുകൊണ്ട് ഒരു ലിബറേഷൻ എന്ന് പറഞ്ഞു വന്ന ഒരു കാര്യം
യഥാർത്ഥത്തിൽ ലിബറേറ്റ് ചെയ്തു പക്ഷേ ഈ നിരാകരണമാണോ മാഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അതിനെന്തിനാ അങ്ങനെ പറയും? നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലല്ല ഞാൻ പറയട്ടെ, ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകുന്നത് നമ്മളൊരു പുതുക്കിപ്പണിയലാണ്. അതിനൊരിക്കൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ് ഇതുപോലെ എണ്ണം പറഞ്ഞ ചില അധ്യാപകരൊക്കെ എല്ലായിടത്തും വളരെ പ്രോസസ്സായി ചെയ്യുന്നവരും വളരെ കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിട്ട് ഇൻക്ലൂഷൻ ചെയ്തവരുണ്ട്. പക്ഷേ ക്ലാസ് റൂം ഒരിക്കലും ഡെമോക്രാറ്റിക് ആയിരുന്നില്ല. ക്ലാസ് റൂമിൽ ടീച്ചർ സെന്റേഡ് ആയിരുന്നു. അതാണ് അതിൽ ഇഷ്യൂ. പക്ഷെ നമ്മളിപ്പോ ഡെമോക്രാറ്റിക് അല്ല, അതിനെ കുറിച്ച് വേറെ പറയാം. ഡിസ്കഷൻ അതൊരു പക്ഷേ അത് വേറൊരു ഡിസ്കഷനാണ്. അല്ല, അത് വേറെ ഡിസ്കഷൻ.